എല്ലാവർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് 7 യൂണിറ്റ് 2 ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ട് വായിക്കാം. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, USA. ഷീ ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു ആൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്. She went on to become the first differently able person to graduate in America. She was considered one of 100 most influential people in the country. Today, Helen Keller is a symbol of determination, endurance, and struggle. Her autobiography, The Story of My Life, is a record of her struggles and success. ഇവിടെ ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഹെലൻ കെല്ലർ അലബാമയിലാണ് ജനിച്ചത്. അവളുടെ കാഴ്ചയും കേൾവിയും ഒക്കെ 19 monthsലാണ് അവൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു ബ്രെയിൻ ഡിസീസ് കാരണം. ഹെലൻ കെല്ലറാണ് അമേരിക്കയിൽ തന്നെ ഫസ്റ്റ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഷീ വാസ് കൺസിഡർഡ് വൺ ഓഫ് 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ കൺട്രി. രാജ്യത്ത് തന്നെ 100-ൽ ഒരാളാണ്, ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളായുള്ള ഒരാളാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡിറ്റർമിനേഷൻ, എൻഡ്യൂറൻസും സക്സസ്സും ഒക്കെയാണ്. ഹെർ ഓട്ടോബയോഗ്രഫി, അതായത് ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതിൽ അവളുടെ ഹെലൻ കെല്ലറുടെ സ്ട്രഗിൾസും സക്സസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി കുറച്ച് അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കിനി പാഠഭാഗത്തിൻ്റെ പേജിൽ നമുക്ക് കാണാം. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെയാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിസിക്സിസ്റ്റ് ആയിരുന്നു, കോസ്മോളജിസ്റ്റ് ആയിരുന്നു, ഒരു ഓഥറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലേഖനങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായ അസുഖത്തിൻ്റെ പേര് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന ഒരു രോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹം. എന്നിരുന്നാൽ കൂടി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്നൊന്നും വിട്ടുനിന്നിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ കരിയർ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു അസുഖത്തിന് അടിമയായിട്ട് പോലും. പിന്നെ അടുത്തതാണ് അരുണിമ സിൻഹ. അരുണിമ സിൻഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ എവറസ്റ്റ് കീഴടക്കിയ ഒരു സ്ത്രീയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ റോബേഴ്സ് ഈ അരുണിമ സിൻഹേനെ ഉന്തിയിടുകയാണ് ചെയ്യുന്നത് ട്രെയിനിൽ നിന്ന്. അങ്ങനെ കാൽ നഷ്ടപ്പെട്ടിട്ട് എവറസ്റ്റ് കീഴടക്കിയ ഒരു വനിതയാണ് അരുണിമ സിൻഹ. പിന്നെ രവീന്ദ്ര ജെയിൻ ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്, ലിറിസിസ്റ്റാണ് ആൻഡ് പ്ലേബാക്ക് സിംഗറാണ്. അപ്പോൾ അദ്ദേഹം ബ്ലൈൻഡാണ്, എന്നിട്ടും അദ്ദേഹം ഈ സ്ട്രഗിളൊക്കെ നേരിട്ടു എന്നൊക്കെയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഈ പാഠത്തിൽ ഹെലൻ കെല്ലറിൻ്റെ സ്ട്രഗിൾസും സക്സസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. The story of my life. The beginning of my life was simple and much like every other little life. ഇവിടെ പറയുന്നത് എല്ലാവരുടെ പോലെ തന്നെ, ബാക്കിയുള്ള ചെറിയ ചെറിയ ജീവിതങ്ങളെ പോലെ തന്നെ എൻ്റെ ജീവിതവും വളരെയധികം സിമ്പിളായിരുന്നു തുടക്കത്തിൽ എന്നാണ് പറയുന്നത്. I came, I saw, I conquered as the ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി ഓൾവേസ് ഡസ്. അതായത് നമ്മളുടെ ആദ്യത്തെ ഫാമിലിയിൽ ആദ്യത്തെ കുട്ടിക്ക് എപ്പോഴും ഒരു മുൻഗണന ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഹെലൻ കെല്ലറുടെ ജീവിതത്തിലുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഞാൻ വന്നു, കണ്ടു, ആധിപത്യം സ്ഥാപിച്ചു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ദർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ഓൺ എ നെയിം ഫോർ മീ. അവളുടെ പേരിടാൻ എപ്പോഴും പതിവായി തന്നെ ഒരു ഡിസ്കഷൻ ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് to be lightly named. Everyone was emphatic about that. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് പേരിടുമ്പോൾ ഫാമിലിയിലത്തെ എല്ലാവരും തന്നെ വളരെയധികം ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സാധാ ഒരു പേരല്ല, ഒരു ആദ്യത്തെ കുട്ടിക്ക് ഇടുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഇട്ടത്. എംപാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊന്നി പറയുക എന്നാണ് അർത്ഥം. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രഡ് ക്യാമ്പൽ. She was one of the highly esteemed ancestors, but in the excitement of carrying me to church, my father forgot the name on the way. When the church minister asked him for it, he gave the name Helen Adams. അതായത് ഫാദർ സജസ്റ്റ് ചെയ്ത പേര് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. മിൽഡ്രഡ് ക്യാമ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള ആൻസസ്റ്റർ ആണെന്നാണ് പറയുന്നത്. എക്സ്റ്റീമഡ് ആയിട്ടുള്ള ഒരു പേര് കേട്ട പ്രശസ്തിയുള്ള ഒരു ആൻസസ്റ്റർ ആയിരുന്നു ഈ മിൽഡ്രഡ് ക്യാമ്പൽ എന്ന സ്ത്രീ. അവളുടെ പേരായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിങ് മീ ടു ചർച്ച്
മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. ചർച്ചിലേക്ക് പേരിടാൻ കൊണ്ടുപോകും. അപ്പോൾ ആ ടൈമിൽ അച്ഛൻ ഹെലൻ കെല്ലറിൻ്റെ അച്ഛൻ പേര് മറന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു, ചർച്ച് മിനിസ്റ്റർ എന്ത് പേര് കൊടുത്തു, ഹെലൻ ആദംസ് എന്നുള്ള പേര് ഹെലൻ കെല്ലറിന് കൊടുക്കുകയാണ് ഉണ്ടായത്. I showed many signs of an eager, self-asserting disposition when I was still a baby. ചെറിയൊരു കുട്ടിയാവുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഈഗർ എന്ന് വെച്ചാൽ ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള, അതുപോലെ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ, അങ്ങനെ സ്വയമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ ക്യാരക്ടർ അങ്ങനെ കാണിച്ചിരുന്നു, ഷോ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. അവളെ നിർബന്ധിച്ചിരുന്നു. ഇൻസിസ്റ്റഡ് എന്ന് വെച്ചാൽ നിർബന്ധിച്ചിരിക്കുന്നു. എന്തിന്? മറ്റ് ആളുകൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യാൻ അവളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അറ്റ് 6 months ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗട്ട് ഹൈ. അതായത് 6-ാം മാസത്തിൽ അവൾ പൈപ്പ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചത്തിൽ പറയുക, അലറി വിളിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹൗ ഡൈ എന്ന് വെച്ചാൽ ഹൗ ഡു യു ഡു, അങ്ങനെ ചോദിക്കുക എങ്ങനെയുണ്ട് എന്നുള്ള ആ ക്വസ്റ്റ്യനാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ ഫുള്ളായിട്ട് സ്പീച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പകുതിയായിട്ട് ഇങ്ങനെ ഫുള്ള് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ വാക്കാണ് ഹൗ ഡു യു ഡു എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഹൗ ഡൈ ആയി അങ്ങനെയാണ് പറഞ്ഞത് മാത്രം. One day I attracted everyone's attention by saying ടി quite plainly. അതായത് ഒരു ദിവസം എല്ലാവരുടെയും ശ്രദ്ധ അവൾക്ക് പിടിച്ചു പറ്റാൻ കഴിഞ്ഞു. എങ്ങനെ? അവളിങ്ങനെ ടി എന്ന വാക്ക് സാധാരണ പോലെ പറഞ്ഞു എന്നാണ് പറയുന്നത്. Even after my illness I remembered one of the words I had learned in this early month. അപ്പോൾ എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ റിമെമ്പർ ചെയ്തു, അതായത് ഓർത്തു. ഞാൻ ആകെ കൂടിയിട്ട് ഇത്രയും മുന്നേ ഉള്ള മാസങ്ങളിൽ ആകെ കൂടി ഒരു വാക്കാണ് ഞാൻ പഠിച്ചത് എന്ന് അവൾ ഓർത്തു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അതായത് ഇത്ര കാലം ഞാൻ പഠിച്ച വാക്ക് വാട്ടർ ആയിരുന്നു. ഇത്രയും മന്ത്സ് കടന്നുപോയി, ആകെ കൂടിയിട്ട് ഈ മാസത്തിൽ ഞാൻ പഠിച്ചത് വാട്ടർ എന്നായിരുന്നു എന്നാണ് പറയുന്നത്. I continued to make some sound for that word after all other speech was lost. അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതായത് സ്പീച്ച് ലോസ്റ്റായെന്ന് മനസ്സിലായപ്പോൾ അവൾ വേർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറേ വട്ടം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. I stopped making the sound വാ വാ only when I learned to spell the word. അതായത് അവൾ ആ വേർഡ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൽ ചെയ്യുമ്പോൾ വാ എന്നുള്ള വാക്ക് പോലും മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുവരെ വാട്ടർന്ന് വാ എന്നുള്ള ആ ഫസ്റ്റത്തെ വാട്ടറിലത്തെ ആ വാ എന്ന വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap. I was suddenly attracted by the flickering shadow of leaves that danced in the sunlight on the smooth floor. ഒരു ദിവസം അവർ എന്നോട്, അതായത് വീട്ടിലുള്ളവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ഒരു വയസ്സിൽ നടന്നു. ഒരു ദിവസം ഞാൻ ഒരു വയസ്സുള്ളപ്പോൾ ഞാൻ നടന്നു എന്ന് വീട്ടുകാരെ അവളോട് പറഞ്ഞു അത്രേ. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൻ മീ ഔട്ട് ഓഫ് ബാത്ത് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. അതായത് ഒരു ദിവസം അവളുടെ അമ്മ അവളെ ബാത്ത് കൊണ്ടുപോയിട്ട് അതായത് അമ്മയുടെ മടിയിൽ ലാപ്പിൽ ഹോൾഡ് ചെയ്ത് വെച്ചു. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോ. ഫ്ലിക്കറിങ് ഷാഡോ വെച്ചിട്ടുണ്ടെങ്കിൽ മിന്നി മറിയുന്ന തരത്തിലുള്ള നിഴലുകൾ എന്തിൻ്റെ ഓഫ് ലീവ്സ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. അതായത് നിഴൽ കണ്ടു. അപ്പോൾ പെട്ടെന്ന് അത് അവൾക്ക് അട്രാക്റ്റായി. അതായത് പെട്ടെന്ന് മിന്നി മറിയുന്ന നിഴൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നിഴലൊക്കെ കാണുമ്പോൾ അതിന് പിന്നാലെ പോകുകയില്ലേ, അതുപോലെ തന്നെ ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. അതിൻ്റെ പിന്നാലെ അതായത് നിഴലിൻ്റെ, അതായത് എന്തിൻ്റെ ലീവ്സിൻ്റെ നിഴലിൻ്റെ ഇത് ഫ്ലോറിൽ ഇങ്ങനെ മിന്നി മറിയണ പോലെ കണ്ടപ്പോൾ അതായത് ഹെലൻ കെല്ലർ അതിൻ്റെ പിന്നാലെ ഓടാനായിട്ട് ശ്രമിച്ചു. സ്ലിപ്പ്ഡ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ചാടിയിട്ട് അമ്മയുടെ മടിയിൽ നിന്നും മദേഴ്സ് ലാപ്പിൽ നിന്നും ചാടിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടാൻ വേണ്ടി തുടങ്ങി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. ആ ഇമ്പൾസ്, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇതിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ലേ, ആ ഇമ്പൾസ് ഗോൺ ചെയ്തു. ഇമ്പൾസ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ബ്രെയിനിലൊരു ഇതുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇമ്പൾസ് പെട്ടെന്ന് തന്നെ പോയി. അങ്ങനെ ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ആംസ്. അവൾ വീഴുകയാണ്. ഐ ഫെൽ ഡൗൺ എന്ന് വെച്ചാൽ ഹെലൻ കെല്ലർ വീണു, അങ്ങനെ കരഞ്ഞു. എന്നിട്ട് എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. അതായത് അങ്ങനെ സന്തോഷമുള്ള ദിവസങ്ങൾ അത്ര നീണ്ടു നിന്നില്ല.
ജസ്റ്റ് 1 year, ആകെ ഒരു കൊല്ലം. വൺ ബ്രീഫ് സ്പ്രിംഗ് വെൻ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലേഡിയസ് സോങ്. അതായത് റോബിൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ ഫോട്ടോ, മോക്കിംഗ് ബേർഡിൻ്റെ പക്ഷിയുടെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് പക്ഷികളും മെലഡിയസ് ആയിട്ടുള്ള സോങ് പാടുന്നവരാണ്. അവർ സ്പ്രിങ്ങിൻ്റെ സമയത്ത് റോബിനും മോക്കിംഗ് ബേർഡും എന്ത് ചെയ്തു, പാട്ടുകൾ നന്നായിട്ട് പാടി. ആ സ്പ്രിങ്ങിൽ ഹേ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. സമ്മറിൽ എന്തുണ്ടായി, നല്ല തരത്തിലുള്ള റോസ്, ഫ്രൂട്ട്സ് അതൊക്കെ ബ്ലൂം ചെയ്തു. സമ്മറിലാണല്ലോ നമുക്ക് ഫ്രൂട്ട്സും റോസസും ഒക്കെ ഉണ്ടാവുക. ആ സമയത്ത് അതുണ്ടായി. ആൻഡ് ഓട്ടം വിത്ത് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഓട്ടത്തിൽ എന്തുണ്ടായി, ഈ ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ ഷെഡ് ചെയ്യാൻ തുടങ്ങി. ഷെഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊഴിക്കുക എന്നാണ് അർത്ഥം. ആ ടൈമിൽ, അതായത് ഓരോ സീസണെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്പ്രിങ്ങിൽ റോബിനും മോക്കിംഗ് ബേർഡും പാട്ട് പാടി, സമ്മറിൽ റോസും ഫ്രൂട്ട്സൊക്കെ ബ്ലൂമിങ് ചെയ്തു, ഓട്ടത്തിൽ എന്തുണ്ടായി, ഗോൾഡൻ ഫ്രൂട്ട്സും വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഗോൾഡൻ തരത്തിലുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ ഷെഡിങ് ലീവ്സ് എന്ന് വെച്ചാൽ ഇല പൊഴിയാനും തുടങ്ങി. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്ററിൻ്റെ ഒരു മിഡിലായിട്ട്, അതായത് ഫെബ്രുവരി സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ് ദ ബോത്ത് മൈ ഇയേഴ്സ് ആൻഡ് ഐസ് ഫോർ എവർ. അതായത് അവൾക്ക് വയ്യായിക തോന്നി. അവളാകെ സ്ട്രക്കായി. എന്തുകൊണ്ട്? അവളുടെ വയ്യായിക കാരണം അവളുടെ 2 ചെവിയും കണ്ണും ഫോർ എവർ എന്നേക്കുമായി ക്ലോസ് ചെയ്തു. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ് ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. അതായത് ഡോക്ടർ വിചാരിച്ചത് അവൾ ഇനി ജീവിക്കില്ല, അതായത് ഹെലൻ കെല്ലർ ഇനി ജീവിക്കില്ല. പക്ഷേ രാവിലെ തന്നെ എന്തുണ്ടായി, അവളുടെ പനി വിട്ടുമാറി അവളിൽ നിന്ന്. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. ആ മോർണിംഗ് ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെയധികം, റിജോയ്സിങ് എന്ന് വെച്ചാൽ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. But no one, not even daughter, knew that I would never see or hear again. ആരും തന്നെ വിചാരിച്ചില്ല, ഡോക്ടർ പോലും വിചാരിച്ചില്ല, അവർക്ക് പോലും അറിയണ്ടായിരുന്നില്ല, ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ, ഇനി എനിക്ക് കാണാനോ കേൾക്കാനോ കഴിയില്ല എന്ന് ഡോക്ടർക്ക് പോലും അറിയണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറി ഓഫ് ദാറ്റ് ഇൽനെസ്. അതായത് ഫാൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ഒരു മാജിക്കൽ പോലെ. ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറി ഓഫ് ദാറ്റ് ഇൽനെസ്. അതായത് അവളുടെ ആ വയ്യായിക ശരിക്കും ഒരു കൺഫ്യൂസ് നിറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മകളായിരുന്നു എന്നാണ്. ഇപ്പോഴും അവൾക്ക് അങ്ങനെ ഒരു ഓർമ്മ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മെമ്മറീസ് ആണെന്നാണ് പറയുന്നത്. ഐ എക്സ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. അതായത് അവൾ ഉണരുന്ന ആ ടൈമിലുള്ള ആ മണിക്കൂറുകൾ അവൾക്ക് വളരെയധികം ഓർമ്മയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെൻഡർനെസ്, അതായത് മാതൃത്വം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മൃദുലത, അമ്മ കൂടുതലായിട്ടും അവളെ സൂത്ത് എന്ന് പറഞ്ഞാൽ കംഫേർട്ട് ചെയ്യുക. കൂടുതലായിട്ട് നമ്മുടെ അമ്മമാർ നമുക്ക് വയ്യാതെയാകുമ്പോൾ നമ്മളതിനെ നോക്കിയിരിക്കില്ലേ, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഹെലൻ കെല്ലർ പറയുന്നത്. ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക്ഡ് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അതായത് അവൾക്ക് ഉറക്കം ശരിയാവില്ല, അങ്ങനെ അവൾ എഴുന്നേറ്റിരിക്കും, ഐ വോക്കപ്പ്. അതുപോലെ തന്നെ ഐ ഓൾസോ റിമെമ്പർ, ആ സമയത്തുള്ള ആ പെയിനും കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും അവൾ ഓർക്കുന്നു. അതായത് ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഉള്ള ആ പെയിനും കൺഫ്യൂഷനൊക്കെ അവൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഐ ടേൺഡ് മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലവ് ദ ലൈറ്റ്. അതായത് അവൾക്ക് ലൈറ്റ് നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്, അവളത് എവേ ചെയ്യുകയാണ്, ലൈറ്റിനെ അതായത് ടേൺഡ് എവേ, അതായത് വേറെ രീതിയിൽ തിരിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഇറ്റ്സ് ഓൾ സീം വെരി അൺറിയൽ ലൈക്ക് എ നൈറ്റ് മെയർ. അതായത് എന്തൊഴികെ, ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഒഴികെ, അതായത് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിൽ നമുക്ക് ഇങ്ങനെ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരില്ലേ, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റാപ്പിഡ്ലി അങ്ങനെ സ്പീഡിൽ വരുന്ന ആ മെമ്മറീസ്, അത് തികച്ചും ഒരു അൺറിയലായിട്ട് തോന്നുകയാണ്. എങ്ങനെയാണ് അൺറിയലായിട്ട് തോന്നുന്നത്? എന്തുപോലെ? ലൈക്ക് എ നൈറ്റ് മെയർ, പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം പോലെ എന്നാണ് ഇവിടെ ഹെലൻ കെല്ലർ പറയുന്നത്. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ്. അതായത് പിന്നീട് മെല്ലെ എന്തുണ്ടായി, അവൾ യൂസ്ഡായി
സൈലൻസിൽ യൂസ്ഡായി. അതായത് കാരണം അവൾക്ക് ചെവിയും കേൾക്കില്ല, മിണ്ടാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. ആൻഡ് ദ ഡാർക്ക്നെസ് സറൗണ്ടഡ് മീ, അതായത് ഇരുട്ടായി, മൊത്തം കണ്ണ് കാണാത്ത കാരണം ഫുള്ള് ഇരുട്ടായി. അവൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും അവൾക്ക് ശബ്ദിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അത് അവൾ യൂസ്ഡായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളത് പതിവായ കാരണം അതിൽ സെറ്റായി. അങ്ങനത്തെ ഒരു അവസ്ഥയായി ഹെലൻ കെല്ലറിൽ. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. അവളെല്ലാം കംപ്ലീറ്റ്ലി തന്നെ ഫോർഗോട്ട് ചെയ്തു. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അവളുടെ ടീച്ചറായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. അവൾക്കൊരു സ്പിരിറ്റ് ഫ്രീ ആയിട്ടുള്ളത് സെറ്റ് ചെയ്തതും അവളുടെ ടീച്ചറായിരുന്നു എന്നാണ് പറയുന്നത്. ആനി സല്ലീവൻ എന്നായിരുന്നു ഹെലൻ കെല്ലറിൻ്റെ ടീച്ചറുടെ പേര്. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. അതായത് ആദ്യത്തെ ഒരു 19 മാസം എന്നത് വളരെയധികം അവളുടെ ലൈഫിൽ ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, എ ലുമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അതായത് അവളെ പിടിച്ചിരുത്തിയിരുന്നത് എന്തൊക്കെയാണ്? ഗ്ലിംസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളക്കമുള്ള, വിശാലമായ തിളക്കം, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അതുപോലെ ഗ്രീൻ ഫീൽഡ്സ് എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ. ലുമിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളക്കമാർന്ന നമ്മുടെ ആകാശം. ആൻഡ് ട്രീസ്, ഫ്ലവേഴ്സ്, അതൊക്കെ അവളെന്നെ പിടിച്ചിരുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ദ ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് വോളി ബ്ലോട്ട് ദം ഔട്ട്. അതായത് അവൾക്കുണ്ടായ ആ ഡാർക്ക്നെസ്, ഇരുട്ട് ഒരിക്കലും തുടച്ചു മാറ്റാൻ, അതായത് കളയാൻ പറ്റാത്തതായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഹെലൻ കെല്ലറിൻ്റെ ജീവിതാനുഭവമാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നതാണ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഫുള്ള് ഐ എന്നുള്ള റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഹെലൻ കെല്ലറുടെ അനുഭവങ്ങൾ, ഉണ്ടായ ചിന്തകൾ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ബയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു കാര്യം വേറൊരാൾ എഴുതുന്നതാണ് ബയോഗ്രഫി. ഓട്ടോ മീൻസ് നമ്മുടെ കാര്യമാണ് ഓട്ടോബയോഗ്രഫിയിൽ നമ്മൾ സ്വയമായിട്ട് എഴുതുന്നത്. ബയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ നമ്മളെ പറ്റി എഴുതുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.